ഹലോ, ഇന്ന് കുക്കീസിൻ്റെ ഞങ്ങളുടെയൊക്കെ യാത്ര ആലപ്പുഴയ്ക്കാണ് കേട്ടോ. ആലപ്പുഴ കലവൂരുള്ള കൃപാസന മാതാവിനെ കാണാനാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടല്ല, ഞങ്ങളിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അവിടെ പോകുന്നത്. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് കൃപാസന അമ്മ മാതാവിനെ. ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ജനങ്ങൾ വരുന്ന ഒരു മാതാവിൻ്റെ പള്ളിയാണ് കേട്ടോ അത്. നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളെല്ലാം വാരിക്കോരി കൊടുത്തിട്ടുള്ള നമ്മുടെ കൃപാസന മാതാവിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. കുക്കീസ് ഇതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ട്. നമുക്ക് കുക്കീസിൻ്റെ എല്ലാ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ കുക്കീസിന് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നതിൻ്റെ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ലോങ് ആണ് ആലപ്പുഴയ്ക്ക് പോകുന്നത്. പിന്നെ കൃപാസന മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് തന്നെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേളാങ്കണ്ണി മാതാവ്, കൃപാസന മാതാവ്, അങ്ങനെ എല്ലാ മാതാവിനെയൊക്കെ കുക്കീസിന് നല്ലപോലെ അറിയാം കേട്ടോ. യാത്രയുടെ സന്തോഷമാണ് കേട്ടോ മുഖത്ത് കാണുന്നത്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് തണ്ണീർമുക്കം ബണ്ടിലൂടെയാണ്. അങ്ങനെ നമ്മുടെ മാതാവിൻ്റെ പള്ളിയിൽ എത്തിയിട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് പോയി കുറേ നേരം പ്രാർത്ഥിച്ചിട്ടോ. ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. ഇതാ ഇവിടെയാണ് കേട്ടോ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. നമ്മുടെ ജോസഫ് അച്ഛൻ നിന്ന് പ്രസംഗിക്കുന്നതൊക്കെ ഇതാ ഇവിടെയാണ് കേട്ടോ. പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. പോകാത്തവർ വിശ്വാസികളാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു തവണ നമ്മൾ പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. മാതൃകയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞ 6 കാര്യങ്ങൾ, അതായത് നിങ്ങൾ ലോകം മുഴുവൻ പോവുക, സുവിശേഷം പ്രസംഗിക്കുക. അവൻ പറഞ്ഞതുപോലെ മരിയൻ ഉടമ്പടി ചെയ്യുന്നവര് പ്രേക്ഷിത പേരെ ചെയ്യും. ആത്മാക്കൾ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ കേട്ടോ. ഇതാ അവിടെ നിന്ന് നമുക്ക് വെള്ളമൊക്കെ പിടിക്കാം കേട്ടോ. അത് വെഞ്ചരിച്ച വെള്ളമാണ്. ആ വെള്ളമെല്ലാം പിടിച്ച് നമുക്ക് കുടിക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് ബ്ലെസ് ചെയ്ത വെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലും കൊണ്ടുവരാം. നമ്മുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്